മണിചേട്ടാ സാധനം റെഡിയല്ലേ? എല്ലാം ഓക്കെ ആടാ, നീ അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് വന്നാൽ മതി. വേറെ ആരും അറിയണ്ട കേട്ടോ. ഇല്ലടാ. അപ്പോൾ ഓക്കെ. അളിയാ, ഈ മണിയന് കഞ്ചാവ് കച്ചവടം ഉണ്ടോന്ന് സംശയം. അവനൊരു അപ്പാവിയല്ലേടാ. പിന്നെ ഇതുപോലുള്ള ഏറ്റവും ചെറിയ പെട്ടിക്കടലൊക്കെയാ ഏറ്റവും കൂടുതൽ കഞ്ചാവും മയക്കുമരുന്നും കിട്ടുന്നത്. സത്യം, ഈ പിള്ളേരൊന്നും പിഴച്ചു പോയിരുന്നാ മതിയായിരുന്നു. പപ്പ ഒരു 50 രൂപ വേണം. ₹50 മേടിച്ചോണ്ട് എന്തോ ഒരു ഡായിപ്പിന് പോവാ. നീ പൊടി ഉണ്ടാക്കണ്ണി. പോടാ. ആണോടാ? അല്ല പപ്പ. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ പൈസ കൊടുത്ത പിള്ളേരെ വഷളാക്കിക്കോ. സാധനം തരുമ്പോ പൈസ എല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതിരാവേ. പൈസ കഴിക്കണം പപ്പാണ്ടാ ശരിയാവില്ല. എന്നടാ എന്നതാണ് ഇത്? എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. മാളു, ദേ സ്കൂൾ ബസ് വന്നു. പപ്പ ഞാൻ പോവാട്ടോ. പപ്പ എനിക്കൊരു 50 രൂപ വേണം. നിനക്ക് എന്തിനാടാ എന്നും ഈ 50 രൂപ? ഐസ്ക്രീം വാങ്ങാൻ. ചെല്ലി അല്ലേ അല്ലേ. അതെ, ഈ ചെറുക്കന്റെ പോക്കത്ര ശരിയല്ല കേട്ടോ. കാലം വളരെ മോശമാ. അപ്പൊ നാളെ വൈകിട്ട്. ഓക്കെ മണിചേട്ടാ. എന്നോടാ പണിയാ ഒരുടായ്പ ഉണക്കണ്ടല്ലോ. അതെന്റെ വാപ്പ ഉടായി പുഷ്പാൻ ഒരു കല്യാണം ആലോചിക്കുക. വല്ല പണിക്കും പോടാപ്പാ. പോയേക്കാം. പോയേക്കാം. ഇതാ ഇത് നോക്കി, വാട്സപ്പിൽ വന്ന മെസ്സേജാ. സ്കൂളുകൾ ലക്ഷ്യമിട്ട് കഞ്ചാവ് മാഫിയ. എനിക്കെന്തോ പേടിയാവുന്നു ചായ. പപ്പ 50 രൂപ വേണമായിരിക്കും അല്ലേ? കറക്റ്റ്. യു ആർ ഗ്രേറ്റ് മിസ്റ്റർ പപ്പ.
അനുമോളെ ആ മോൻ വന്നാ? ഇനി പുസ്തകം ബുക്കില്ലാത്തതിൻ്റെ പേര് സ്കൂളിൽ പോകാണ്ടിരിക്കണ്ട കേട്ടോ. ഇത് മോൻ്റെ വീട്ടിലറിഞ്ഞാ വഴക്ക് പറയില്ലേ? ഏയ് ഇല്ല, എൻ്റെ പപ്പ പാവാ. മമ്മി പപ്പ നമ്മുടെ മാളുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ പപ്പ. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം. പോട്ടെ. പപ്പ പേടിച്ചു പോയി ഞാൻ എന്നും 50 രൂപ മേടിച്ചപ്പോ. ഹേ ഞാൻ അങ്ങനെ ചീത്തയായി പോവില്ലപ്പാ, കാരണം ഞാൻ എൻ്റെ പപ്പയുടെ മോനെ.